കോട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ, നിന്റെ വീട്ടിൽ രണ്ട് വർത്താനം കാക്കേ. കാക്കേ, മേളിൽ രാവിലെ ആളനൊക്കെ കാണുന്നില്ലല്ലോടാ. രണ്ടും തമ്മിൽ തല്ലി ചത്തോ? നീ എന്നെ പേടിപ്പിക്കാടാ. വാ പോയി നോക്കാം. കൈ കഴിയാ മുണ്ട് താത്ത. ഒത്തൊരുമയോടുള്ള കിടപ്പ് കണ്ടോ? സയാമി സിരട്ടകൾ തോറ്റുപോകും. ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം. ഒലക്കപ്പുറത്ത് കിടന്ന ഉരുണ്ട് വീഴും മോനെ. ഉമ്മാർക്ക് നല്ല ഒരല. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന തെണ്ടികളാണെങ്കിൽ നമുക്ക് രണ്ടുപേരെ കൂടി താമസിപ്പിച്ചാലോ? നീ എന്തെങ്കിലും പറഞ്ഞോടാ? ഞാൻ പറഞ്ഞു. പിന്നെ ആര് പറഞ്ഞു? രാഘവ, എന്താ ഇവിടെ? ഞാൻ ഒന്ന് താത്തയ്ക്ക് മേൽഭാഗം കാണിച്ചു കൊടുക്കേ. നല്ല വൃത്തികേടുള്ള ബിൽഡിങ്. ഞാൻ ഈ മുറി ഒന്ന് വാടകയ്ക്ക് കൊടുത്താലോ എന്ന് ആലോചിക്കുക. നല്ല കാര്യ. അതിന് താക്കോല് കാണാൻ. അത് ചേട്ടാ, ഈ താത്താക്ക് അടിക്കടി ചുഴലിതീനം വരും. അത് വരുമ്പോ പിടിപ്പിക്കാൻ ഞാൻ എടുത്തതാ താക്കോൽ പിടിക്കാൻ. എല്ലാത്തിനും ഇടിക്കും ഞാൻ. എന്താ ഒരു ശബ്ദം? ചേട്ടാ, ഈ മുറിയിലൊരു പ്രശ്നമുണ്ട്. 2 ദിവസമേ ഞാൻ ശ്രദ്ധിക്കുക. ഒരു കാൽപരിമാറ്റത്തിന്റെ ശബ്ദം. വാതില് തുറക്കുന്നൊരു നിലവിളി. ഇന്നലെ രാത്രി 2 വൃത്തികെട്ട ചാത്തന്മാരെ ഞാൻ കണ്ടു. ഒറ്റ നോട്ടത്തിൽ മരിച്ചുപോയ നമ്മുടെ അച്ഛനാണെന്നേ തോന്നൂ. ചെലങ്കയുടെ ശബ്ദം. കേട്ടോ. അതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് പ്രേതബാധ ഒഴിപ്പിച്ച ശേഷം കൊടുത്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ഹോമം വല്ലതും നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. രോമമല്ല താത്ത, ഹോമം. 1000 രൂപ തന്നാ ഞാൻ നടത്തിത്തരാം. 1000 രൂപ തന്നാൽ ഹോമം ഞാൻ നടത്തിത്തരാം. 1000 രൂപ തന്നാൽ നീ എന്നെ നടത്തിക്കും. ഇവൻ ആരാ മോനെന്ന് എനിക്കറിഞ്ഞൂടെ? അതെല്ലാവർക്കും അറിയാൻ പാടില്ലേ? രാഘവ, നീ ചെലങ്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ചെലങ്കയുടെ ശബ്ദം ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട്? നീ ഓവറാകരുത്. നീ ആരും മണിച്ചിത്ര